والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الصدقات الترهيب للمسألة. هذا فصل الله الحديث. وعن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ابن آدم സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ധരിക്കുകയാണ്: ഇബ്ന ആദം, മനുഷ്യ, ഇന്നക അൻ തബ്ദുലൽ ഫദ്ല ഖൈറുൻ ലക് വ അൻ തുംസികഹു ശർറുൻ ലക്. നിനക്ക് അധികമായിട്ടുള്ള നിന്റെ സമ്പത്തും അതുപോലുള്ള കാര്യങ്ങളും അത് നീ ചെലവഴിക്കലാണ്, നൽകലാണ് നിനക്ക് ഉത്തമമായിട്ടുള്ളത്. വ അൻ തുംസികഹു ശർറുൻ ലക്, അത് നീ പിടിച്ചു വെക്കുക, ആളുകൾക്ക് സദഖയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും നൽകാതെ പിടിച്ചു വെക്കുക എന്നുള്ളത് നിനക്ക് ഷർറാണ്. വലാ തുലാമു അലാ കഫാഫിൻ, നിനക്ക് ആവശ്യമായിട്ടുള്ള നിന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് നീ സൂക്ഷിച്ചു വെക്കുക, എടുത്തു വെക്കുക എന്നുള്ളതിന് ഒരാക്ഷേപമില്ല, ഒരു കുഴപ്പമില്ല. വബ്ദ ബിമൻ തഊൽ, നീ ആദ്യം ചെലവഴിക്കേണ്ടത് നിന്റെ കീഴിലായിക്കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ നിന്റെ ചിലവിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. വൽയദുൽ ഉൽയ ഖൈറുൻ മിനൽ യദിസ് സുഫ്ലാ, ഉന്നതമായ ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ ഖൈറായിട്ടുള്ളത്. അഥവാ നൽകുന്ന കൈയാണ് ആവശ്യപ്പെടുന്ന യാചിക്കുന്ന കൈയിനേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന്. ഇതേ ഹദീസിന്റെ ആശയത്തിൽ നമ്മൾ മുമ്പ് പല ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. وعن سعد بن أبي وقاص رضي الله عنه قال: أتى النبي صلى الله عليه وسلم رجل فقال: يا رسول الله أوصني وأوجز. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു: അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഉപദേശിക്കണം, വളരെ ചുരുങ്ങിയ രീതിയിൽ സംക്ഷിപ്തമായ രീതിയിൽ എനിക്കൊരു വസിയത്ത് നൽകണം എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അലൈക ബിൽ ഇയാസി മിമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നിനക്ക് നിരാശയുണ്ടാവട്ടെ. അഥവാ ആ ജനങ്ങളോട് ചോദിക്കാം അല്ലെങ്കിൽ അവരുടെ ഇതിന് ജീവിക്കാം എന്നൊരു ചിന്ത നിനക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ജനങ്ങളുടെ കയ്യിലുള്ള സമ്പത്തും കാര്യങ്ങളെയും കുറിച്ച് നിനക്കൊരു പ്രതീക്ഷയും വേണ്ട, പ്രതീക്ഷ അറ്റവനാവട്ടെ. വയ്യാക വമാ യുഅ്തദിറു മിൻഹു, നീ നാളെ ഒരു ഒഴികഴിവ് പറയേണ്ടി വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാക്കോ പ്രവർത്തനമോ ചെയ്തികളോ അത് നീ സൂക്ഷിക്കണം. അതായത് ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ട് നാളെ അതിനൊരു ഉദ്ർ ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഉണ്ടാകുന്ന വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നീ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുക. ഈ ഹദീസിലും ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളോട് യാചിച്ച് അവരുടെ അതിലൂടെ ജീവിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ നിനക്കുണ്ടാവരുത്. അവരുടെ കയ്യിലുള്ളതിനെ സംബന്ധിച്ച് നീ പ്രതീക്ഷയറ്റവനായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുക. وعن عبيد الله بن محسن الخطمي رضي الله عنه أن رسول الله صلى الله عليه وسلم قال: من أصبح منكم آمنا في سربه معافا في جسده عنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, ആരാണോ അവന്റെ വീട്ടിൽ അല്ലെങ്കിൽ കിടപ്പറയിൽ സുരക്ഷിതനായിക്കൊണ്ടുള്ളത്, അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിർഭയത്വത്തോടുകൂടി യാതൊരു ഉപദ്രവവുമില്ല, അവന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, അങ്ങനെ ആരാണോ പ്രഭാതത്തിലാകുന്നത്. മുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിൽ അവന് ആഫിയത്തുണ്ട്, രോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, ആഫിയത്തുണ്ട്. ഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം അവന് ആവശ്യമായിട്ടുള്ള, അവൻ അന്ന് ഏത് ദിവസത്തിലാണോ പ്രഭാതത്തിലായത് അന്ന് അവന് ഭക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അവനുണ്ട്. ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ, അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ എല്ലാ ഭാഗത്തിലൂടെയും ദുനിയാവ് ലഭിച്ചവനെ പോലെയാണ് അവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ മതിയായിട്ടില്ല, പോരാ എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു ഹദീസിനെ കുറിച്ച് ആലോചിച്ചാൽ അത്രയും മഹത്തരമായ അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാവുക. നമുക്ക് നിർഭയത്വം, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ സ്വന്തത്തിലും കുടുംബത്തിലും ഭയപ്പാടില്ലാതെ ജീവിക്കാനും സാധിക്കുന്ന അവസ്ഥയുണ്ടാകും. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും. അതുപോലെ തന്നെ അന്നന്നത്തെ ദിവസത്തിനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾ ദുനിയാവും അതിലെല്ലാം ലഭിച്ചവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. وعن أنس رضي الله عنه, ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം പിന്നെ അവൻ യാചിക്കേണ്ട അല്ലെങ്കിൽ യാചന വിരോധിച്ചിട്ടുള്ള ആളുകൾ ആരാണ്, അതുകൊണ്ട് കൂടുതൽ നേടാനും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ അവൻ എല്ലാം ലഭിച്ചവനെ പോലെയാണെന്ന് അറിയിക്കാനാണ്. وعن أنس رضي الله عنه
أن رسول الله صلى الله عليه وسلم أن رجلا من الأنصار أتى النبي صلى الله عليه وسلم فسأله. ഒരിക്കൽ അൻസാരികൾപ്പെട്ട ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും ചെയ്തു, അഥവാ യാചിക്കുകയും ചെയ്തു ആവശ്യത്തിന്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മസ്അലത ലാ തസ്ലുഹു ഇല്ലാ ലിസലാസിൻ, മൂന്ന് കൂട്ടർക്കല്ലാതെ മറ്റൊരാളോട് യാചിക്കുന്നത് ചോദിക്കുന്നത് ശരിയല്ല, യോജിക്കുകയില്ല. ലദീ ഫഖറിൻ മുദ്ഖിൻ, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദാരിദ്ര്യം, ഔ ലദീ ഖറമിൻ മുഫ്ദിൻ, അല്ലെങ്കിൽ അവനെ നശിപ്പിച്ച് കളയുന്ന, അവന് നാശം വരുത്തുന്ന കടബാധ്യത, ഔ ലദീ ദമിൻ മൂജിൻ, അല്ലെങ്കിൽ ഒരു ദിയക്ക് വേണ്ടിയിട്ട്, അഥവാ ബ്ലഡ് മണി ആയിട്ട് കൊടുക്കാനെല്ലാം പണം ആവശ്യമായിട്ട് വരുന്ന ആളുകൾ. ഈ മൂന്ന് ആളുകൾക്കാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നത് അനുവദനീയമാവുകയുള്ളൂ, അവർക്കാണത് യോജിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇതേ ആശയത്തിൽ വേറെയും ഹദീസുകൾ നമ്മൾ പറഞ്ഞു. وعن الزبير بن العوام رضي الله عنه قال قال رسول الله صلى الله عليه وسلم لأن يأخذ أحدكم أحبله فيأتي بحزمة من حطب على ظهره فيبيعها فيكف بها وجهه. ഒരാൾ അവൻ്റെ കയറുകളുമായി എടുത്ത് ചില റിവായത്തുകളിൽ പർവ്വതമുകളിലോ അല്ലെങ്കിൽ കാട്ടിലോ ഒക്കെ പോയി വിറകുകൾ കെട്ടി അവൻ്റെ മുതുകിലേറ്റി വന്ന് അത് വിറ്റുകൊണ്ട് അത് കച്ചവടം ചെയ്ത് അവൻ്റെ മുഖത്തെ യാതനയിൽ നിന്ന് രക്ഷിക്കലാണ് ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അന്നാസ് അഅതഹു ഔ മനഉ. ആളുകളോട് യാചിച്ച് ചോദിച്ച് അവർ നൽകിയാലോ നൽകാതിരുന്നാലോ ഒക്കെ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു കയറെടുത്ത് വിറകുകൾ വെട്ടിക്കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് എന്ന് പറയാം. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لأن يحتطب أحدكم حزمة على ظهره خير له لأن يحتطب أحدكم حزمة على ظهره خير له من أن يسأل أحدا فيعطيه أو يمنعه. ഒരാൾ വിറകുകളേറ്റിക്കൊണ്ട് അത് വിറ്റുകൊണ്ട് അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് ജീവിക്കലാണ് മറ്റൊരാളോട് യാചിക്കുന്നതിനേക്കാൾ, യാചിച്ചുകൊണ്ട് നൽകിയാലോ തടഞ്ഞാലോ ആ ഒരു അവസ്ഥയേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള ജോലിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അഥവാ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനും അല്ലെങ്കിൽ ആ നിലയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ യാചനയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നതിനെ അറിയിക്കാനാണ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്. ഇതേ ആശയത്തിൽ ഒരു ഹദീസ് കൂടി കാണാം. വഅനിൽ മിഖ്ദാം ഇബ്നു മഅദി കരിബ് റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അകല അഹദുൻ തആമൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാളും ഭക്ഷിച്ചിട്ടില്ല അവനവൻ്റെ കൈകൊണ്ട്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അവർ സ്വയം ഒരു ജോലി ചെയ്തോ അല്ല ആ രീതിയിൽ ഭക്ഷിച്ചതെന്നല്ലാതെ ഖൈറായിട്ടുള്ള ഭക്ഷണം ഭക്ഷിക്കുന്നില്ല. വഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. ദാവൂദ് നബി അലൈഹിസ്സലാം ഇബാദത്തിലും മറ്റും വളരെ മുൻപന്തിയിൽ നിന്ന് വളരെ ആബിദായിരുന്ന നബിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം അതുപോലെ തന്നെ ഉന്നതമായ രാജപദവിയും എല്ലാം ഉണ്ടായിരുന്നത്, പക്ഷേ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് ഭക്ഷിച്ചിരുന്ന ആളായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരോട് യാചിക്കാതെ സ്വന്തത്തിൽ അവനവന് കഴിയുന്ന രീതിയിൽ വളരെ കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ട് സ്വന്തം അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തം ജോലി ചെയ്ത് ഭക്ഷിക്കലാണ് ഏറ്റവും അഫ്ളലായത്, ജീവിക്കലാണ് അഫ്ളൽ. മറ്റുള്ള ആളുകളോട് ചോദിക്കുന്നതോ യാചിക്കുന്നതോ അത്രയും നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ആവശ്യക്കാരനായിരിക്കണം. നമ്മൾ ഈ ഹദീസുകളിൽ പറഞ്ഞതുപോലെ അവരല്ലാതെ യാചിക്കുക ചോദിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. ഈ ഫസ്ലെ ഹദീസുകൾ ഇവിടെ അവസാനിച്ചു. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.